യേശുവിൽ സ്നേഹമുള്ളവരെ ഇവിടെ ബോംബെ വന്നതിന് ശേഷം ഒരു അമ്മച്ചീനെ സ്ഥിരമായിട്ട് പരിചയപ്പെടാൻ വന്നു. അപ്പോൾ ഞാൻ ആ അമ്മച്ചിക്ക് ഇട്ടേണ പേരെന്ന് പറയുന്നത് മുട്ടുകാല് വേദനയുള്ള അമ്മച്ചിയാണ്. അപ്പോൾ മുട്ടുകാല് വേദന എപ്പോൾ കണ്ടാലും മുട്ടുകാലിൻ്റെ വേദനയുടെ കാര്യം പറഞ്ഞ അമ്മച്ചിക്ക് നേരമുള്ളൂ. പക്ഷെ ഒരിക്കൽ ഞാൻ ഓർക്കുന്നുണ്ട്, ഞാൻ ആ വന്ന നാളുകളിൽ ഈ അമ്മച്ചി അതിലും പ്രധാനപ്പെട്ടൊരു നിയോഗം എൻ്റെ അടുത്ത് പറഞ്ഞായിരുന്നു. അമ്മച്ചിയുടെ മോൻ ഒരു അശുദ്ധമായ ബന്ധത്തിലാണ്, അവനെ എങ്ങനെയെങ്കിലും പുറത്ത് കൊണ്ടുവരണം അച്ചോ, ഞാൻ പ്രാർത്ഥിക്കുന്നുണ്ട് എൻ്റെ കർത്താവ് അവനെ പുറത്ത് കൊണ്ടുവരും അച്ചോ, ഞാൻ ജീവിച്ചിരിക്കുന്നിടത്തോളം കാലം എൻ്റെ മോൻ നശിക്കാൻ ഞാൻ സമ്മതിക്കില്ല അച്ചോ, കർത്താവിനോട് ഞാൻ പറഞ്ഞിട്ടുണ്ട് അവനെ തിന്മയ്ക്ക് വിട്ടുകൊടുക്കാൻ സമ്മതിക്കില്ല അച്ചോ എന്ന് ഈ അമ്മച്ചി പറഞ്ഞ് ഞാൻ ഓർക്കുന്നുണ്ട്. ഇത് കഴിഞ്ഞ് കാണുമ്പോഴെല്ലാം തന്നെ മുട്ടുവേദനയാണ് മോനെ പ്രാർത്ഥിക്കണം, മുട്ടുവേദനയാണ് മോനെ പ്രാർത്ഥിക്കണം, മുട്ടുവേദനയാണ് മോനെ പ്രാർത്ഥിക്കണം. ഒരിക്കൽ ഈ അമ്മച്ചിയുടെ പള്ളിയിൽ ഒരു പ്രോഗ്രാമിന് പോകാൻ ഇടവന്നപ്പം അവിടെ എന്നെ കാണാൻ വേണ്ടി അമ്മച്ചി ഓടി വരികയാണ്. അപ്പം കപ്പ്യാരേട്ടൻ ഈ അമ്മച്ചിയെ കണ്ടപ്പോൾ എന്നോട് പറയാ, അച്ഛാ ഈ അമ്മച്ചി എനിക്കറിയില്ല, ഞാൻ പള്ളി തുറക്കണേക്ക് മുമ്പ് ഈ അമ്മച്ചി അവിടെ ഉണ്ടാവും, ആ പോട്ടിക്കോട് അവിടെ മുട്ടുകുത്തി ഈ അമ്മച്ചി പ്രാർത്ഥിക്കുന്നുണ്ടാവും. ഞാൻ പള്ളി തുറന്നു കഴിയുമ്പോൾ ഈ പള്ളിക്കകത്ത് വന്ന് കുർബാന തുടങ്ങുന്നവർ വരെ മണിക്കൂറുകൾ മുട്ടയിൽ നിന്ന് ഈ അമ്മച്ചി പ്രാർത്ഥിക്കുന്നുണ്ട്, മുട്ടയിൽ നിന്ന്. പിന്നീട് ഈ അമ്മച്ചിയെ കാണാനിട വന്നപ്പോൾ അമ്മച്ചി പറഞ്ഞു, അച്ഛാ എൻ്റെ മോന അശുദ്ധ ബന്ധമൊക്കെ ഉപേക്ഷിച്ച് കേട്ടാ, അവൻ അതിൽ നിന്ന് പുറത്തു വന്ന് അവൻ്റെ കല്യാണമാണ് വെച്ചാൽ. എന്നിട്ട് ഞാൻ അന്വേഷിച്ചപ്പം നല്ലൊരു പെൺകുട്ടി, നല്ല പ്രാർത്ഥനയുള്ള മിടുക്കിയായിട്ടുള്ള പെൺകുട്ടി എല്ലാം അറിഞ്ഞ് ഇവനെ സ്വീകരിക്കാൻ തയ്യാറായി. എന്നിട്ട് ഈ അമ്മച്ചി പറയാം, പക്ഷെ മുട്ടിന് ഭയങ്കര വേദനയാണ് അച്ഛൻ, മുട്ടിന് ഭയങ്കര വേദനയാണ്. അപ്പോഴെനിക്കൊരു രഹസ്യം മനസ്സിലായത്, ഈ മുട്ടുവേദനയാണ് ആ മോനുണ്ടല്ല അവൻ്റെ മാനസാന്തരത്തിൻ്റെ വളം. ഞാനത് എന്തിനാ പറഞ്ഞതെന്നറിയാം, പെന്തക്കോസ്തയുമായിട്ട് ബന്ധപ്പെട്ട് മത്തായി 12:28 എന്താണത്? ദൈവാത്മാവിനാലാണ് ഞാൻ പിശാചിനെ പുറത്താക്കുന്നെങ്കിൽ ദൈവരാജ്യം നിങ്ങളുടെ ഇടയിൽ വന്നു കഴിഞ്ഞു. ഈശോയിൽ അശുദ്ധാത്മാവുണ്ടെന്ന് പറഞ്ഞപ്പോൾ പറഞ്ഞ കാര്യമാണ്. പരിശുദ്ധാത്മാവിനെ ഉപയോഗിച്ചിട്ടാണ് ഈശോ അശുദ്ധാത്മാവിനെ പുറത്താക്കുന്നതെന്ന്. അപ്പം നമ്മളെ തിന്മയെ പുറത്താക്കാൻ പരിശുദ്ധാത്മാവ് വേണം. എന്നിട്ട് അടുത്തൊരു ഉദാഹരണമാണ് ഈശോ ഉപയോഗിക്കുന്നത്, അട്ടിപ്പൊള്ളി. ശക്തനായുധധാരിയായി കാവൽ നിൽക്കുമ്പോൾ അവനെ തോൽപ്പിക്കാതെ എങ്ങനെയാണ് കവർച്ച വസ്തു ആ വീട്ടിൽ നിന്ന് എടുത്തുകൊണ്ട് പോകാൻ പറ്റണത്? അതായത് ശക്തനായിട്ടുള്ള ഒരാൾ വീട്ടിലുണ്ടെങ്കിൽ നമ്മുടെ മക്കളെ എങ്ങനെ കൊണ്ടുപോകാൻ പറ്റും പിശാചിന്? ആരാണ് ശക്തൻ ശരിക്കും പറഞ്ഞാൽ? അപ്പം ബൈബിൾ അനുസരിച്ച് ശക്തി എന്താണ്? പരിശുദ്ധാത്മാവാണ്. പരിശുദ്ധാത്മാവുള്ളവൻ വീട്ടിലുള്ളിടത്തോളം കാലം അമ്മമാരെ അപ്പന്മാരെ നിങ്ങളുടെ മക്കളെ ആരും കൊണ്ടുപോവുകയില്ല. ക്ലെയിം ചെയ്ത് പ്രാർത്ഥിക്കാൻ പറ്റും, ക്ലെയിം ചെയ്ത് ആത്മാവ് നിറഞ്ഞ് ശക്തരായി ക്ലെയിം ചെയ്ത് പറയാൻ പറ്റണം, ഞാൻ ജീവിച്ചിരിക്കുന്നിടത്തോളം കാലം എൻ്റെ മക്കളെ കൊണ്ടുപോകാൻ ഞാൻ സമ്മതിക്കില്ല. അതിന് ചിലപ്പോൾ മുട്ടുവേദന ഉണ്ടാവും, കൈവേദന ഉണ്ടാവും. ഇരിക്കട്ടെ ഒരു വളം, നമ്മുടെ മക്കൾ ശുദ്ധതയുടെ മാർഗത്തിലേക്ക് വരും.